അങ്ങനെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ വിചാരിച്ചതിനേക്കാളും നല്ല രീതിയിൽ 8 നിലയിൽ പൊട്ടിയിട്ടുണ്ട് പാകിസ്ഥാൻ. ഇവിടെ നമ്മൾ വിചാരിച്ച ചെറിയൊരു ക്ലോസ് മത്സരമൊക്കെ ഉണ്ടാവും, അവരുടെ കറക്ക് സ്പിന്നർ ഉസ്മാൻ താരിഖ് എന്തെങ്കിലുമൊക്കെ കാണിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ വിചാരിച്ച പോലെ ഒന്നും സംഭവിച്ചിട്ടില്ല. 61 റൺസിൻ്റെ ഒരു കൂറ്റൻ വമ്പൻ പരാജയമാണ്. പച്ചകളെ എടുത്ത് പണയം കളഞ്ഞുകൊണ്ട് ഇഷാൻ കിഷൻ്റെ അടി തന്നെയാണ് ഇന്ത്യയുടെ വിജയത്തിൻ്റെ മെയിൻ മന്ത്രം എന്ന് പറയാം. കാര്യം ബാക്കി എല്ലാവരും റണ്ണേ ബോളെന്നുള്ളൊരു സിറ്റുവേഷനിൽ 1-2 പേരൊക്കെ കുറച്ച് സ്കോർ അടിച്ച്, അതായത് സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ള കൂടുതലും സ്ട്രൈക്ക് റേറ്റ് മോശമായിരുന്നു. ഇഷാൻ കിഷൻ്റെ സ്ട്രൈക്ക് റേറ്റ് ആയിരുന്നു നന്നായിട്ട്. പുള്ളി തുടക്കം മുതൽ എല്ലാവരും അറ്റാക്ക് ചെയ്ത് കളിച്ചു. എന്തായാലും 61 റൺസിന് നമ്മൾ വിജയിച്ചിരിക്കുകയാണ്. ഇന്ത്യ 20 ഓവറിൽ 175 റൺസ് 7 വിക്കറ്റ് നഷ്ടത്തിൽ എടുത്തപ്പോൾ പാകിസ്ഥാൻ 114 റൺസിന് ആൾ ഔട്ടായി. അത് 18 ഓവറിൽ തന്നെ ആൾ ഔട്ടായി. എന്തായാലും പരാജയം എനിക്ക് തോന്നുന്നു 100 പോലും അടിക്കില്ലെന്ന് വിചാരിച്ചാണ്. 97-ന് 9 നിന്ന സമയത്ത് ആ റിങ്കു സിംഗിനെയൊക്കെ ബോൾ കൊടുത്തു. എന്തിനാണെന്ന് വെച്ചാൽ ആർക്കും അറിഞ്ഞൂടെ, വെറുതെ ചുമ്മാ എറിഞ്ഞ് പ്രാക്ടീസ് ചെയ്യട്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. അപ്പോൾ റിങ്കു സിംഗ് എറിഞ്ഞ സമയത്ത് 2 4 പോയി. പിന്നെ ഹാർദിക് പാണ്ഡ്യ വന്നപ്പോൾ മറ്റൊരു കാറ്റടിയിൽ ഒരു 6 കിട്ടി. അങ്ങനെ ഒരു 15 റൺസ് കൂടെ അവർ കൂട്ടിച്ചേർക്കാൻ പറ്റി. അല്ലെങ്കിൽ ഒരു 90-95 ആൾ ഔട്ട് ആവേണ്ടതായിരുന്നു. എന്തായാലും 114 വരെ അവന്മാർ വലിച്ചളിച്ചത്. എനിക്കിത് കണ്ടപ്പോൾ നമീബിയ ടീമൊക്കെ എന്ത് ഭേദം. നമീബിയ ഇതിനേക്കാളും നല്ല ക്രിക്കറ്റ് കാഴ്ചവെച്ച്. USA ഒക്കെ ഇന്ത്യയോട് കട്ടയ്ക്ക് നിന്ന് ഈ ചാത്തൻ ടീമിനെ വെച്ചുകൊണ്ടാണ് ഇവന്മാർ ഈ തള്ളി മറിക്കുന്നതും. ഈ ഉസ്മാൻ താരിഖ് എന്ന് പറഞ്ഞിട്ട് എന്തോ മാന്ത്രിക സ്പിന്നർ വരുന്നു, അവനൊന്ന് കൊട്ടി തട്ടിക്കളഞ്ഞു. എനിക്കൊന്ന് അവനെ അടിക്കാൻ നോക്കിയിരുന്നെങ്കിൽ ഇന്ത്യ ഒരു 190-200 പോയെന്നാന്ന് തോന്നുന്നു. അവനെന്തായാലും അറ്റാക്ക് ചെയ്തില്ല. അവൻ വിചാരിച്ച പോലെ ഹാട്രിക്ക് എടുക്കും, 10 വിക്കറ്റ് എടുക്കും എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിച്ചവരെയൊന്നും ഈ കളിയിൽ കണ്ടില്ല. എന്തായാലും ഇപ്പോൾ 114 റൺസിന് എന്തായാലും ജിഹാദികൾ ഓൾ ഔട്ട് ആയിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ ടീം 61 റൺസിന് വിജയിച്ചിരിക്കുകയാണ്. അപരാജിത മുന്നേറ്റം 11ാമത്തെ തുടർച്ചയായിട്ടുള്ള വിജയത്തിലോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്.